തകർപ്പൻ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ കാര്യക്കാരെ ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം. നസീറിക്ക, പ്രസദേട്ട, ബിജുകട്ടൻ ചേട്ടാ, സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റംവരുടെ വേദിയിൽ അടുത്തതായിട്ട് ഒരു വൈറൽ കുടുംബമാണ് വരാൻ പോകുന്നത്. ഒരു അച്ഛൻ, അമ്മ, മകൻ അടങ്ങുന്ന ഒരു വൈറൽ കുടുംബം. നമുക്ക് അവരിങ്ങോട്ട് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം മനോജ് വലഞ്ചുഴി, അജേഷ് റാന്നി ആൻഡ് സുമി. വേറെ മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. മുറ്റത്തെ തുളസി പോലല്ല. എന്റെ കാര്യം പറയുമ്പോ ഈ പെരക്കകത്ത് കിടന്ന് ഓടുന്ന കൊടച്ചക്രം പോലെ വേണമെന്ന് വേണം പറയാന്. സത്യം പറഞ്ഞ തീ പുകയും വരുന്നില്ലെന്നേ ഉള്ളൂ. ഉള്ളി മൊത്തം തീയ. 10-18 വയസ്സുള്ള ഒരു മോനുണ്ട് എനിക്ക്. സ്വന്തം കാര്യം അവൻ ചെയ്യത്തില്ല. ഇവന് രാവിലെ എഴുന്നേറ്റ് പോയി പാലൊന്നും മേടിച്ചോണ്ട് വരരുതോ എത്ര തവണ ചോദിച്ചാലും ഞാൻ തന്നെ പറയണമല്ലോ. ചെയ്യത്തില്ല. കാരണം അവൻ പാല് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അത് തൈരാകും. അത് പോയ വഴി വന്ന വഴി എല്ലാത്തിനും ഞാൻ കിടന്നോടണം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ പതിവിലും താമസിച്ച് എഴുന്നേറ്റത്. അതുപോലെ ക്ഷീണമാ. അവിടെ നോക്കിയപ്പോ മണി 7. ഈ 7 മണിയായിട്ട് എന്ത് ഈ സൂര്യൻ ഉദിക്കാത്ത, ഈ വെട്ടം കാണാത്ത എന്താന്ന് കഥവ് തുറന്ന് നോക്കിയപ്പോഴല്ലയോ സൂര്യൻ ഞങ്ങളുടെ കിഴക്കേപ്പുറത്ത് താമസിക്കുന്ന മോഹനന്റെ പര്യമ്പുറത്തായതേ ഉള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ കുറച്ച് താമസിക്കും. അവന് കുറെ സൂര്യ നമസ്കാരമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അവൻ ഇങ്ങോട്ട് വിടത്തുള്ളൂ. രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തെല്ലാം ജോലി ചെയ്തു. ദോശ ഉണ്ടാക്കി, പാത്രമെല്ലാം കഴുകി, ചമ്മന്തി അരച്ചു, കാപ്പി വെച്ചു. എനിക്കിത് വേണം, എനിക്കതെല്ലാം വേണം. അതല്ലാതെ ഞാൻ ഇറങ്ങത്തില്ല. എനിക്കൊന്നും ദോശയും ചമ്മന്തി സാമ്പാറും എന്റെ ഫേവറേറ്റ്. അല്ലാതെ ഇവൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുത്ത് ഇവൻ തിന്നോ? ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചപ്പാത്തിയും കിഴങ്ങറി അവിടെ ഇരിപ്പുണ്ട്. ഒറ്റ ഒരു തോണ്ട. എന്നിട്ട് അവൻ എണീറ്റ് പോകും. അല്ല അവൻ എപ്പോഴും ആ തോണ്ടേ ഉള്ളൂ. 6 ഇഞ്ച് നീളമുള്ള മൊബൈലെ തോണ്ടി അവൻ 8 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അമ്മാതിരി തോണ്ട്. എന്താ നീ ഇന്നലെ ഉണ്ടാക്കി വെച്ച സാധനം കഴിക്കാഞ്ഞത്? ആഹാരം എന്താണോ കഴിക്കാഞ്ഞത് ഇന്നലെ? ഞാൻ കഴിച്ചായിരുന്നല്ലോ. എവിടുന്ന് കഴിച്ചു നീ? ഞാൻ അൽഫാം കഴിച്ചല്ലോ. ആരും കൊണ്ട് തന്നു നിനക്ക്? ഞാൻ ഓൺലൈനിൽ കഴിച്ചല്ലോ. ഓൺലൈൻ ആരും കൊണ്ട് തന്നതാ ചോദിച്ചത്? ഡെലിവറി പോയി. ഞാൻ ഡെലിവറി ചെയ്ത പോയാ നീ കൂടുതൽ എന്റെ ഒന്ന് ഷൈൻ ചെയ്യരുത്. ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് എവിടെയാണോ പൈസ? എനിക്ക് മൊബൈലിൽ തന്നു പൈസ. എന്റെ ദൈവമേ, ഈ കുന്ത്രപ്പാടം നിനക്ക് പൈസ തരാൻ തുടങ്ങിയതോ? ഇതിന് കയ്യും കാലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ചെറുക്ക് ഇതിന്റെ കൈ പിടിച്ച് എങ്ങോട്ടെങ്കിലും എന്നെ ഇറങ്ങി പോയേനെ. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ റീൽ ചെയ്തിട്ട് ഗെയിം കളിച്ചിട്ട് പൈസ കിട്ടുന്നുണ്ടമ്മേ. നീ കളിക്കുന്നത്? നീ ഇന്നലെ എപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത്? ഞാൻ 9 മണിയായപ്പോ കിടന്നു. 9 മണിക്ക് നീ കിടന്നു, ശരിയാ. പക്ഷെ നീ എപ്പോഴാ ഉറങ്ങിയത്? 10:30 ആയപ്പോ ഉറങ്ങി. തുടക്കി ഞാൻ പിച്ചു. അന്നാ പിച്ച് ഞാൻ തുടക്കും. പറയുന്നു നീ എപ്പോഴാണ് ഇന്നലെ കിടന്നുറങ്ങിയത്? പറയടാ. 10:30 ആയപ്പോ കിടന്ന് ഉറങ്ങിയില്ല ഞാൻ. ഇല്ല, നീ 2 മണിയായി കിടന്നുറങ്ങിയപ്പോ. അത് അമ്മ എങ്ങനെ കണ്ടു? ഞാൻ കണ്ടായിരുന്നു. അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങത്തില്ലായിരുന്നു. നീ ഉറങ്ങുന്നത് കണ്ടിട്ട് വേണമായിരുന്നു എനിക്ക് ഉറങ്ങാൻ. എത്ര വയസ്സായി ഇപ്പം? 40 വയസ്സിനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഉറങ്ങാൻ അറിയത്തില്ലയോ? വേറെ ഒന്നും കിടന്ന് ഉറങ്ങുന്ന കണ്ട് കോപ്പി അടിച്ചിട്ട് വേണം ഉറങ്ങാനെ കൊണ്ട്. നീ പറയോ? നീ സമയത്ത് ആഹാരവും കഴിക്കത്തില്ല. ഫോൺ നോട്ടം. നിന്നെ പോലുള്ള പിള്ളേർ അവിടെ ഇവിടെ പോയി പഠിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്കും പോണം. എവിടെ പോണം? എനിക്ക് ബാംഗ്ലൂർ പോണം. എന്താ കാര്യത്തിന്? എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാം. എണീറ്റാടാ അവിടുന്ന്. നിനക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാവോ? നമ്മള് പാവങ്ങളല്ലേ? നിന്റെ തന്തയുടെ കയ്യിൽ എന്തായിരിക്കുന്നു? അങ്ങനെ ഒരു പാവം അങ്ങേര്. അങ്ങനെ പട്ടുപാവം കേട്ടോ. അങ്ങനെ അല്ലല്ലോ. നീ കൂടുതൽ സംസാരിക്കരുത്. അച്ഛൻ ഇന്ന് വരുവാ. ഇവനെ എന്തോ ചെയ്താൽ പറ്റും. ഒന്നേ ഉള്ളല്ലോ ദൈവം. ഇല്ലെങ്കിൽ ഞാൻ കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചോളാം. കേട്ടോ അച്ഛൻ ഇന്ന് ഇടുക്കിന്ന് വരുവാ. ആ ഇടുക്കാൻ അടച്ചു വെക്കാം. കാരണം അവിടെ നിന്ന് ജാം ആവട്ടെ കിട്ടി. നീ ഓടിപ്പോയി 10 മുട്ട മേടിച്ചോണ്ട് വാ. അച്ഛൻ വരുന്നയാ. അച്ഛൻ അടവെക്കാനാണ് മുട്ട മാറ്റിട്ട് വായിക്ക് രുചിയായിട്ട് വല്ലതും കൊടുക്കണ്ടായോ? അങ്ങനെ വായിക്ക് രുചിയായിട്ട് കൊടുക്കുന്ന ഇവിടെ ചുമന്ന പേസ്റ്റ് ഉണ്ട്. അങ്ങനെ വായി വെച്ച് തേച്ച് കൊടുക്കാൻ നല്ല രുചിയാ. അങ്ങനെ കഴിക്കട്ടെ കേട്ടോ. നീ എന്നെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അത് മാത്രമല്ല, ഷീബ ആന്റി ഇല്ലയോ? ഷീബ ആന്റിയുടെ മോടെ കല്യാണമാ. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരും ഉണ്ടോടാ? പിന്നെ എല്ലാരും വരുത്തില്ലയോ? നീ ചെല്ലണം. ആൾക്കാരോടെല്ലാം നന്നായിട്ട് കാര്യം പറയുകയും വേണം. പുളിക്കുന്നല്ല, നല്ല വൃത്തിയായിട്ട് എല്ലാവരോടും കാര്യം പറയണം. മാത്രമല്ല നല്ല സദ്യ എന്നാ പറഞ്ഞത്. ഫസ്റ്റ് കയറുവോ രണ്ടാമത് കയറുവോ അത് നിന്റെ ഇഷ്ടം. പക്ഷെ വയർ നിറച്ച് നീ ആഹാരം കഴിക്കണം. മാത്രമല്ല നമ്മുടെ ഈ രവീന്ദ്രൻ അമ്മാവനില്ലേ, നിന്നെ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവാടാ. ഒരമ്മ ഇവിടെ കിടന്ന് വായിട്ട് അലക്കുന്ന കഷ്ടപ്പാട്. ഇവൻ വല്ലതും അറിയുന്നോ? എനിക്ക് തീരെ വിലയില്ല ഈ വീട്ടില്. വരച്ച പറയുന്നത് ഞാൻ ഈ പുല്ലിനെ എന്റെ ഭാഗ്യന്റെ.
പി പ്രകാശന്റെ മോന അവന്റെ നട്ടല് ചവിട്ടി തിരിച്ചിട്ട് അവൻ അറിഞ്ഞില്ല. ഈ വീട്ടിലെ പട്ടി സംസാരിക്കുമെങ്കിൽ അത് എന്നോട് ചോദിക്കുമായിരുന്നു, അച്ഛാ എപ്പോ വന്നു, പാപ്പം കൊണ്ടുവന്നിട്ടുണ്ടോ, അച്ഛന് സുഖമാണോ എന്നത് രണ്ട് നക്കിനു ആ പട്ടി. എന്നിട്ട് ഇവൻ അറിയുന്നുണ്ടോ നോക്കിക്കാട്ടെ. ഇപ്പോഴത്തെ പിള്ളാരാ ജെൻസിന്ന് പേരും. പണ്ടൊക്കെ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പണിക്കെന്നും പറഞ്ഞുകൊണ്ട് പോകും കാട്ടിലും മേട്ടിലും ഒക്കെ. 10-15 ദിവസം കഴിഞ്ഞാ വരുന്നത്. അച്ഛനിങ്ങോട്ട് വരുമ്പോ ഞങ്ങൾക്ക് എന്തോ സന്തോഷമെന്നറിയാമോ? ഞങ്ങൾ 8 മക്കള് ഓടിച്ചെന്ന് അച്ഛന്റെ ചുറ്റിനും അരക്കി കെട്ടിപ്പിടിച്ചങ്ങ് നിൽക്കും. ഈ സമയം ഞങ്ങളുടെ അമ്മയ്ക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളുടെ മുതുകത്ത് ചവിട്ടി കയറി തോളത്ത് കയറി അമ്മ കെട്ടിപ്പിടിക്കുമായിരുന്നു അച്ഛനെ. പി പ്രകാശൻ, ഇടുക്കി KSRTC ഡ്രൈവർ. ഇടുക്കിയല്ല, ഇടുക്കി KSRTC ഡ്രൈവർ. നിന്റെ അച്ഛൻ അറിയാമോ? അമ്മേ പോയി പോയി ചന്ദ്രൻ വരുമ്പോ സൂര്യൻ പോകുന്നത് പോലെ പോയി. അയ്യോടാ, അതിൽ നേരത്തേക്കും പോരുന്നോ? നിന്റെ വായിക്കകത്ത് ഇലക്ട്രിക് ഹോൺ വല്ലതും വെച്ചിട്ടുണ്ടോ? നേരത്തേക്ക് പോരുന്നോ? ആ, മിന്നല് കിട്ടി ഇഞ്ഞു പോന്നു. മിന്നല് കിട്ടുമല്ലോ, അടിക്കുമല്ലോ. ആ, ഞാൻ കഴിഞ്ഞു തുടങ്ങി വരാടി ഇവിടെ. അതാണ് പറഞ്ഞത്. KSRTCയുടെ മിന്നൽ ബസ് കിട്ടി, പെട്ടെന്ന് ഇഞ്ഞു പോന്നു. ഓ, ഇതെടുത്ത് അടുക്കള കൊണ്ടുപോയി. ഇവിടെ വരെ ഒറ്റയ്ക്ക് വരാൻ പറ്റും. അടുക്കളയിലോട് ഞാൻ കൊണ്ടുപോകാം. എടി വേണ്ട, വരുമ്പോ വെറും കൈയോടെ വരാൻ പറ്റുമോ? കുറെ സാധനങ്ങൾ കൊണ്ടുവന്നു. അയ്യോ, ഇത് എന്തോന്നേ? ഏലപ്പാറയിലെ ഏലക്ക, കട്ടപ്പനയിലെ കാപ്പിപ്പൊടി, ഓ, കുട്ടിക്കാനത്തെ കുരുമുളക്, കുമളിയിലെ കുമ്പളങ്ങ, തേക്കടിയിലെ തേയില. തേക്കടിയിലല്ല, തേക്ക്. ആ, നിനക്കൊരു തേക്ക് വെട്ടി ഞാൻ ഈ കവറിനെത്തിട്ടുണ്ട് വരാടി. അല്ല, വരുന്ന വഴിയൊന്നും കിട്ടിയില്ലയോ? വരുന്ന വഴി കിട്ടി, ശരിക്കും കിട്ടി. എന്റെ മുഖത്തെ പാടൊക്കെ നീ കണ്ടില്ലേ? അയ്യോ, അത് എന്തോ പറ്റിയതാന്നേ? എടി, ഞാൻ ബസ്സിനകത്ത് കയറി ഇരുന്ന് ഉറങ്ങുമായിരുന്നു. വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ്. ഞാൻ നോക്കിയപ്പോ ഒരു കാറ് ഞാൻ വന്ന ബസ്സിന് വട്ടം വെച്ചിട്ട് ആ കാറുകാരൻ അകത്ത് കയറി എന്റെ ചെവിക്കന്നം പോളൊക്കെ പട്ടാന്ന് 4 അടിയടി. അതെന്തിനാ? ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയെന്ന് പോലും. എന്റെ ദൈവമേ, നിങ്ങളുടെ കുറ്റമല്ല. വെറുതെ ഇരുന്നാൽ നിങ്ങൾക്ക് കൊഞ്ഞണം കുട്ടുന്ന മുഖവാ. പിന്നെ വന്നവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ കൊഞ്ഞണം കുത്തിയത്? ഞാൻ കൊഞ്ഞണം കുത്തിയതല്ല പെണ്ണേ. എടി, ഞാൻ ഈ ബസ്സിന്റെ സൈഡ് സീറ്റ് ഇരിക്കുമല്ലായിരുന്നു. ഈ ബസ്സിന്റെ കാറ്റടി കൊണ്ട് തല വെളിയിലോട്ടിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു ഉറങ്ങിയതാ. തട്ടു ചാടിയപ്പോ ഇങ്ങനെ കുലുങ്ങിയപ്പോഴേ ഇത് കണ്ടോണ്ട് വന്നോ വിചാരിച്ച് ഞാൻ അവനെ നോക്കി കൊഞ്ഞണം കുത്തിയതാണ്. അവൻ വന്ന് എന്നെ ചെവുക്കന്നം പൊളക്കി അടിച്ചു. അവന് കൊടുക്കുന്നുണ്ട്. ഞാൻ അന്നേരം കൊടുക്കാൻ പറ്റത്തില്ല. കൈ പൊക്കി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരെ മുഖത്ത് കൊള്ളും. പിന്നെ അവന്റെ അടിയും കൂടെ ഞാൻ വാങ്ങിക്കേണ്ടി വരും. പക്ഷെ ആ കാറുകാരനെ ഞാൻ പൊക്കും, അവനെ ഞാൻ കൊടുക്കും. ഞാൻ തിരിച്ചടിക്കാനുള്ള പ്ലാനാണോ? തിരിച്ചടിക്കാനല്ല, അവൻ കാർ ഓടിച്ചോണ്ട് പോകുമ്പോഴേ ഞാൻ KSRTC കൊണ്ട് പുറകെ ചെന്നിട്ട് ഇങ്ങനെ റോൺ അടിക്കും. KSRTC റോഡ് കൊട്ട പേടിക്കത്ത ആരടി ഉള്ളത്. അവന് കൊടുക്കും ഞാൻ. കൊടുക്കും ഇങ്ങനെ കാത്തിരുന്നു. 3 മാസത്തിനുള്ളിൽ കൊടുക്കണം. 3 മാസത്തിന്റെ കണക്ക്? 3 മാസം കഴിഞ്ഞ് ഞാൻ പെൻഷൻ ആവുമല്ലേ. 3 മാസം എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. വളയം പിടിച്ച കൈകളെ. അത് വിഷമം ഉണ്ടാവും. 10-25 കൊല്ലം നിങ്ങൾ വളയം പിടിച്ചില്ലയോ? പെട്ടെന്ന് സർവീസിൽ നിന്ന് ഇറങ്ങുമ്പോ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവും. സർവീസിൽ നിന്ന് ഇറങ്ങുന്ന വിഷമമല്ലടി. പിന്നെ ഇപ്പോഴെപ്പോഴാ പുതിയ കിടക്കാച്ചി ബസ്സുകളൊക്കെ വന്നു തുടങ്ങുന്നത്. തൊട്ടാ മതി പ്രാന്നും പറഞ്ഞു പോകുന്ന ബസ്സുകൾ. എനിക്ക് അങ്ങനത്തെ ബസ്സൊക്കെ ഓടിക്കാനുള്ള അവസരം കിട്ടിയില്ലല്ലോ 3 മാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോ. ഓ, നിങ്ങളും വലിയ പഴയ ബസ് ആണെങ്കിലും നല്ല ബസ്സൊക്കെ അല്ലേ ഓടിച്ചിട്ടുള്ളത്? ആ, എനിക്ക് കിട്ടി. സ്റ്റാർട്ടാക്കുമ്പോ ചെവി ചൊറിയുന്ന ബസ്. അതിന്റെ ഗിയറിന്റെ തുള്ളൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എറിയണം. അങ്ങനത്തെ ബസ് പുതിയ ബസ് വരുമ്പോ എന്നെ പറഞ്ഞു വിടുക. നോക്കട്ടെ, 1 വർഷം കൂടെ നീട്ടി കിട്ടുമോ നോക്കട്ടെ. എന്നാലും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഞാൻ എപ്പോഴും ആലോചിക്കും, എന്തുവാ ഈ ഡ്രൈവർമാര് ഒരു എന്റർടൈൻമെന്റും ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വായ നോക്കാൻ പറ്റത്തില്ല, ആരോടും കാര്യം പറയാൻ പറ്റത്തില്ല. ഭയങ്കര ബോറല്ലേ അത്? നിനക്കായി ഇവിടെ ബോറടിക്കുന്നതും എനിക്ക് ഒരു ബോറടിയും ഇല്ല. എൻജോയ്മെന്റിലുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അവിടെ. വണ്ടി ഓടിക്കുമ്പോഴോ? പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അതെന്തുവാ? എടി, ഏലപ്പാറ ഇറങ്ങേണ്ടവനെ ഞാൻ കട്ടപ്പന കൊണ്ടിറക്കും. കട്ടപ്പന ഇറങ്ങേണ്ടവനെ ഞാൻ തൂക്കുപാലം കൊണ്ടിറക്കും. അങ്ങനെ ഇവന്മാര് കിടന്ന് ഈശാപോസ ഉണ്ടാക്കി കണ്ടക്ടറോട് അടിയും ബഹളം ഉണ്ടാക്കുമ്പോ നല്ല എൻജോയ്മെന്റ് അല്ലേ എനിക്ക്? നല്ല എൻജോയ്മെന്റ്. പിന്നെ ഷീബയുടെ കുഞ്ഞിന്റെ കല്യാണോ മോടെ? ഷീബയുടെ മോടെ കല്യാണം വന്നു? പിന്നില്ലയോ? അയ്യോ, കൊച്ചങ്ങ് വളർന്നോ? പാളെ കിടന്നപ്പോ ഞാൻ കണ്ടതാ കൊച്ചിന്. അയ്യോ, നിങ്ങൾ വിചാരിച്ചു ഇപ്പോഴും കൊച്ചു പാളെ കിടക്കുമെന്ന്? കൊച്ചങ്ങ് വളർന്നെന്ന്. അത് മാത്രമല്ല, കൊച്ചിന് ജോലിയൊക്കെ ഉണ്ട്. അങ്ങനെ വേണം. പെമ്പിള്ളേരായ ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കാവൂ. നല്ല കാലം നിൽക്കണം, സ്വന്തം കാലം നിൽക്കണം, എന്നിട്ടേ കല്യാണം കഴിപ്പിക്കാവൂ. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് ഒറ്റക്കാലം നിന്നിട്ട് കല്യാണം കഴിക്കണം എന്നായിരുന്നു വലിയ താല്പര്യം. ചെലവ് കൊണ്ട് അടുക്കള വെക്കടി.
ചെറുപ്പ ഇതെന്റെ കാലം. എടി നീ ഈ പറയുന്നതൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് പഠിച്ച് ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞ വലിയ കാലം നിന്റെ കാലത്ത് നടക്കത്തില്ല. ആ കൊച്ചിനെന്തോ ജോലി ഇവിടെ നോക്ക്. അവളെന്തോ എയർ ഹോസ്റ്റസ്. എന്തുവാ എന്തോ അങ്ങോട്ട് ഊതി വിട്ടെ. കൊച്ചിന്റെ ജോലി പറഞ്ഞാന്ന്. ജോലി പറഞ്ഞു എന്തോ ജോലി? എയർ ഹോസ്റ്റസ്. നീ ഊതി വിടാതെ കാര്യം പറയാനൊക്കെ കൊണ്ടാ പറഞ്ഞത്. ഈ പറന്ന് കിടന്ന് ഭക്ഷണം കൊടുക്കത്തില്ലയോ? കിളിയോ? അതെ നിന്ന് ഈ വിമാനത്തിൽ സൽക്കാരം നടത്തുന്ന കൊച്ച്. എയർ ഹോസ്റ്റസ്. അതന്നെ. അതിനാ ഇവിടെ എയർ ഹോസ്റ്റസ്. ഒരു കാര്യം ചെയ്യ്. എന്തുവാ? നിങ്ങൾ ഷർട്ടൊക്കെ ഉരുവിട്. എന്തിനാ? ഞാൻ ദോശയും ചമ്മന്തി എടുക്കും. വേണ്ട വേണ്ട. ഞാൻ വെളുപ്പാങ്കാലത്ത് 5 മണിയായപ്പോ തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയപ്പോഴേ അതിന്റെ ഫ്രണ്ടിൽ ഒരു തട്ടുകട ഉണ്ടല്ലോ. അവിടുന്ന് 2 ചായയും 1 ബണ്ണും. അങ്ങനല്ലെന്ന്. ഒരു ചായയും 2 ബണ്ണും. അല്ലല്ല 2 ചായയും 1 ബണ്ണും. എന്ത് വെളിവില്ലാതെ ഓരോന്ന് പറയുന്നത്? എടി ഞാൻ ഒരു ചായ വാങ്ങിച്ച് ബണ്ണ് അതിനകത്ത് മുക്കിയപ്പോഴത്തേക്ക് ആ ചായ ആ ബണ്ണങ്ങ് കുടിച്ചെന്ന്. അപ്പൊ പിന്നെ എനിക്ക് കുടിക്കാൻ ചായ വേണ്ടേ? അതാണ് പറഞ്ഞത് 2 ചായയും 1 ബണ്ണും കഴിച്ചെന്ന്. കുഞ്ഞിനെ കണ്ടായിരുന്നു? കുഞ്ഞു ഞങ്ങളെ ഒത്തിരി തവണ വിളിക്കുകയൊക്കെ ഫോണിലൊക്കെ ഒത്തിരി വിളിച്ചു. നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഏത് കുഞ്ഞ്? നമ്മുടെ കുഞ്ഞ്. അവന്റെ ഏത് ഭാഗമാണ് കുഞ്ഞായിട്ടുള്ളത്? പോയി കഴിഞ്ഞാൽ തിരക്കണോടി. തിരക്കാരല്ലേ വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കാൻ ഞാൻ ഫോൺ എടുക്കാൻ പറ്റൂടി. അതെനിക്കറിയാം. നിങ്ങൾ ആ ന്യായം പറയുന്നത് കൊണ്ടാ നിങ്ങൾ കിടക്കാനിരിക്കുമ്പോൾ ആ ചെറുക്കനോട് ഞാൻ പറയുന്നത് ഫോൺ വിളിക്കാൻ. അന്നേരം നിങ്ങൾ എടുക്കുവോ? ഞാൻ ഉറക്കത്തിലും വണ്ടി ഓടിക്കുന്ന ആളാണ്. 30 വർഷം കൊണ്ടുള്ള ശീലമല്ലേ. കിടക്കുമ്പോഴേ ഞാൻ പറഞ്ഞ ഓടിക്കുന്നത്. അങ്ങനെയുള്ള ആളാണ് ഞാൻ. ആ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. ശരിയാ. കുഞ്ഞ് നിങ്ങളെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ നേരാ സംഭവം ശരിയാ. ഞാൻ വരുമ്പോ ഉടനെ ഇറങ്ങിപ്പോലും. അവൻ എന്നെ കണ്ടിട്ടില്ല. കാണട്ടെ. അത് പറയാതെ 1-2 പറഞ്ഞ് കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കും. എന്താ? മൊബൈലിലെ ചാർജ് തീർന്നോണ്ട് തിരിച്ചു വരുവാ. അമ്മേ എന്തോ കുഞ്ഞ്? ഫോൺ കുത്തിയിട്. ഫോൺ കുത്തിയിട്. എന്താ വരെ കാണിച്ചത്? കുത്തിയിടാൻ പറഞ്ഞു. ഇങ്ങനെ കുത്തിയിടാനല്ല, ഫോൺ കൊണ്ടത് കുത്തിയിടാൻ. എന്നാ പിന്നെ നിനക്ക് കൊണ്ടുപോയി കുത്തിയിടരുത്. എന്തോത്തിന് അമ്മയുടെ കൈയും കാലും വേണമല്ലോ? അറിയത്തില്ല എങ്ങനെ കുത്തിയിടുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല കുത്തിയിടുന്നത് എങ്ങനെയാന്ന്. നിനക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുവാ. എന്റെ നാക്കല്ലി എന്ന് പറഞ്ഞാൽ മുണ്ടുകൂടി പോയിട്ട് ഇരിക്കുന്നത്. അതാണ് പറഞ്ഞത്. നീ ആരോടാ വർത്താനം പറയുന്നേ? നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വീട് മാറി കയറിയതാണ്. നിന്റെ അമ്മയോട് നീ വർത്താനം പറയുന്നേ? ആണെങ്കിൽ നീ ഇത് കേൾക്കണം. നിന്റെ പ്രായത്തിലുണ്ടല്ലോ ഞാൻ എന്റെ അമ്മയോട് മിണ്ടത്തില്ലായിരുന്നടി. അത് നിങ്ങളുടെ അമ്മ ഇന്നലെയും പറഞ്ഞു. ഞാൻ എന്താണ്ട് പറഞ്ഞ സംസാരം പറഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ അവരോട് മിണ്ടാത്തത്. നിങ്ങൾ എന്താ കാര്യത്തിനാണ് നിങ്ങൾ അമ്മയോട് മിണ്ടാത്തത്? അതെന്താന്ന് വെച്ചാൽ അമ്മ അനിയനെ എഴുതി കൊടുത്തു, എനിക്കൊന്നും എഴുതി തന്നില്ല. തെറ്റിദ്ധരിക്കരുത്. ഇവരുടെ അനിയന് ഇവരുടെ അമ്മ ചെറുപ്പത്തില് ഈ കൺമശി വെച്ച് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുമായിരുന്നു. ഇങ്ങേർക്ക് വരച്ചു കൊടുക്കത്തില്ല. അതിന്റെ ഗർവം. കേട്ടാത്തൊന്നും വസ്തുവും വീടും എഴുതി കൊടുത്തില്ലെന്ന്. വരച്ചാൽ നല്ലതായിരുന്നു. സൈക്കിളിന്റെ മൽകാട് പോലെ പോലെ ഇരുന്നേരായിരുന്നു. സൈക്കിളിന്റെ മൽക്കാടോ? എടാ നീ എന്റെ ചെറുപ്പത്തിൽ നീ എന്നെ കാണണമായിരുന്നു. നല്ല കട്ട മീശം കട്ട താടി ഉണ്ടായിരുന്നു എനിക്ക്. നാണമില്ലായിരുന്നു വല്ല കട്ട മീശയും കട്ട താടി. അങ്ങനെയല്ലോ നല്ല കിടക്ക മീശ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ തൈര് കൊടുക്കുന്ന സ്വഭാവമുണ്ട്. ഈ തൈര് ഈ വലിയ മീശയിൽ ഇങ്ങനെ തുമ്പത്ത് പറ്റിയിരിക്കുമ്പോൾ നമ്മൾ വൈറ്റ് വാഷ് കഴിഞ്ഞിട്ട് കഴുകാതെ വെച്ചിരിക്കുന്ന ബ്രഷ് പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സംഭവം അരിഞ്ഞു കളഞ്ഞത് അറിയാം. നിങ്ങൾ ഇതാരും ഈ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഈ മീശയാണേലും കട്ടി മീശയാണേലും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് വയ്യ. എടാ നിന്റെ അച്ഛൻ എന്നെ പെണ്ണ് കാണാൻ വന്നതിന്റെ അന്ന് നീ ഒന്ന് കാണണമായിരുന്നു. അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നല്ലോ അന്ന്. കാരണം എന്റെ മോളെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുമല്ലായിരുന്നു. ഏത് കൂട്ടരായിരുന്നു? കേസ് കൂട്ടായിരുന്നു. അന്ന് ഞാൻ ജനിച്ചോ? അന്ന് ഞാൻ ജനിച്ചായിരുന്നു ഇയാളെ നമ്മുടെ ചെത്തിയ മുറ്റത്ത് കെട്ടത്തില്ലായിരുന്നു. അമ്മയെ ഞാൻ കെട്ടിക്കത്തില്ലായിരുന്നു. നീ എന്നെ ചെത്തിയ മുറ്റത്ത് കേട്ടത്തില്ലായിരുന്നില്ലയോ? ആ. എടി നിന്റെ ഭാഗ്യവാ. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഇവൻ അവിടെ ഉണ്ടായിരുന്നേ. നിന്നെ അവിടെ നിർത്തിയിട്ട് പോകുന്നതിനോടി. 10-18 വയസ്സുള്ള ഒരു ചെറുക്കൻ പറഞ്ഞിട്ട് ഉടനെ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചില്ലയോ? ഇത്രയും നാൾ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുത്തിയിട്ടുണ്ടോ? അതെന്തൊരു സംസാരം അത്? ഒരു വീട്ടില് 3 ഒരുപോലും മാറിപ്പോയി. നീ ഉണ്ടല്ലോ നീ കൂടുതൽ. ഏത്? ഹലോ. ആ കണ്ടക്ടർ. എന്തുവായിരുന്നു രാജീവേ? അല്ലല്ല ഞാൻ ലീവ് എടുത്ത് വീട്ടിൽ പോന്നു. 15 ദിവസം ലീവാ. വണ്ടി ഞാനല്ലോ ഓടിച്ചേ. എന്റെ വണ്ടി കട്ടപ്പനയ്ക്ക് പോകുന്ന കണ്ടെന്നോ? അയ്യോ ഞാൻ ഇറക്കത്ത് അടവെക്കാതാ പോകുന്ന വണ്ടി. ഒന്ന് പിടിച്ചു നിർത്തിയേക്കണേടാ. ശരി. അതെ ഓ കുഞ്ഞിന് ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണമെന്ന്. കേരളത്തിലെല്ലാം ഊരി പഠിച്ചിനും ബാംഗ്ലൂരിൽ പോവാ പഠിക്കാനവൻ. അതല്ല എന്തോ പഠിക്കാനാണോ പോകുന്നത്? എയറോനോട്ടിക്. എന്തോ എറിഞ്ഞു പൊട്ടിക്കാനാ? ഈ നാട്ടിലെ മൊത്തം ഓടാൻ എറിഞ്ഞു പൊട്ടിച്ച് അതിന്റെ പൈസ ഞാൻ കൊടുത്തോണ്ടിരിക്കുവാ. ബാംഗ്ലൂരിൽ പോയി എറിഞ്ഞു പൊട്ടിക്കാനോ? എയറോനോട്ടിക് എഞ്ചിനീയർ. ഏവിയേഷൻ വിമാനം ഉണ്ടാക്കുന്നു. ഏവിയേഷൻ അവിടെ പോയി വായി നോക്കി ഇന്നാലേ പഠിപ്പിക്കുന്ന സാറുമാർ നിന്റെ നാവിഗേഷൻ കലക്കും കേട്ടോ. അവൻ ഏവിയേഷൻ ഉണ്ടാക്കാൻ പോയേക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വീട്ടിലെ അവസ്ഥ നീ മനസ്സിലാക്ക. ഇതൊക്കെ പഠിക്കാനുള്ള പൈസ ഈ വീട്ടിലുണ്ടോ?
എനിക്ക് ലോൺ എടുത്ത് തരണം. ലോൺ എടുത്ത് കൊടുക്കണോ നീ ചെറുക്കൻ? ലോൺ എടുത്ത് അവൻ അടയ്ക്കും. നീ അടയ്ക്കൂടാ ലോൺ? ഞാൻ അടയ്ക്കും. അവൻ കോട്ടോ വിട്ടാ ഞാൻ അടച്ചു കൊടുക്കണം അവന്റെ വായ. എന്നിട്ട് അവൻ ലോൺ അടയ്ക്കും പോലും. കൂടുതൽ സംസാരിക്കരുത്. എനിക്ക് പോണം. 10ാം ക്ലാസ് കഴിഞ്ഞു. എന്റെ നിർബന്ധത്തിന് +2 വിട്ടത്. ആ +2 ഇവൻ എഴുതിയെടുത്തത് 2 തവണ എഴുതിയിട്ടാണ് ഇവൻ +2 ജയിച്ചത്. അമ്മേ മാന്യതരത്തോട് പറയാമേ അത് +2 ആന്ന്. അങ്ങനെ അത് എഴുതുന്നത്. അതാ 2 തവണ എഴുതണം എന്നാലേ പാസ് ആവത്തുള്ളൂ. എടി ഇവൻ ഇതൊന്നും അറിയത്തില്ല. ഇവൻ കഷ്ടപ്പാടിൽ നിന്ന് വന്നവനൊന്നും അല്ല ഇവൻ. എടാ നിന്റെ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ ഈ പ്രായത്തിൽ നിന്റെ പ്രായമുള്ള ഒരു മോൻ എനിക്കുണ്ടായി. നീ ഈ പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ നീ എന്റെ പ്രായമാകുമ്പോൾ നിന്റെ മോൻ എത്ര പ്രായം ഉണ്ടാവും അറിയാമോടാ? പറഞ്ഞു കൊടുക്കണി. ഓപ്ഷൻ വല്ലതും ഉണ്ടോ? മനുഷ്യനെ വിഷമിപ്പിക്കാതെ നിനക്ക് പോണടാ. ഇങ്ങനത്തെ പരീക്ഷ എഴുതി കിട്ടിയത് ഇങ്ങനെ PSC ക്വസ്റ്റ്യനുമായിട്ട് ഇറങ്ങിയേക്കോ. എന്നെ കൂടെ വിഷമിക്കാൻ നിനക്ക് പോണടാ ബാംഗ്ലൂർ. എനിക്ക് പോണം. അവന് പോണമെന്ന് കഴുകിയിടാനാന്നോ? അല്ല വരട്ടെ. ചിലപ്പോ ഇപ്പൊ തന്നെ ഇതിട്ടോണ്ട് തിരിച്ചിറങ്ങേണ്ടി വരും. മോനെ ഞാൻ ആലോചിക്കട്ടെ. വന്ന് കേറി ഉടനെ നിനക്ക് പറയാം നാളെ വിദ്യയോടെ ചേർക്കാൻ നിനക്ക് എനിക്ക് പോണം. ബാംഗ്ലൂരിൽ പോണം പറഞ്ഞിട്ടല്ലേ. എന്താണ് ഈ പറയുന്നത്? എന്നെ കളിച്ചെടുക്കല് പോണം. നോട്ടി അമ്പ എത്രാളം കൊണ്ട് എനിക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല പോലെ. നീ അമ്മ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കില്ലടാ. ലതേ, ഞാൻ ഈ മാസാമാസം ഇങ്ങോട്ട് അയച്ചു തരുന്നത് പൈസ അല്ലേടി, അല്ലാതെ ഇടുക്കിയിൽ നിന്ന് കാപ്പിയലയൊന്നും അല്ലല്ലോ ഞാൻ പറിച്ചു തരുന്നത്. അങ്ങനെ ചോദിക്കുന്നേ? എടി മുഖം കഴുകാനായിട്ട് വാഷ് ബേസിന്റെ അവിടെ ചെന്നപ്പോ ഈ ടേബിളിൽ നിന്ന് ഒരു സോപ്പ് എടുത്തോണ്ട് പോയി ഞാൻ. അത് പറയുന്നില്ല. എത്ര വെള്ളം തളിച്ചിട്ട് ഇത് പറയുന്നില്ല. ഈ പറയുള്ള ഒരു സോപ്പ് വാങ്ങിച്ച് വെക്കണ്ടേടി. മണവുമില്ല ഗുണവുമില്ല. ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് മാത്രം കത്തുന്ന ഇത്രയും വിലയുള്ള സോപ്പ് എന്തിനാ? 25,000 രൂപ വാങ്ങിച്ച ഐഫോൺ 2 വെള്ളത്തിട്ട് സോപ്പാന്ന് കാണിച്ച് ഈ കാലം. കുരുവില്ലയോ ഈ മീശെങ്കിലും കൃത്യമായിട്ട് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് കണ്ണുണ്ടല്ലോ. സ്റ്റേഡിയത്തിന് പുല്ല് പറിക്കാൻ പോലും ഇത്ര കൃത്യതയില്ല. ഇത് പറിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ സാധനം കണ്ടില്ല? 25,000 രൂപ ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ തന്നെ ശമ്പളം കൊണ്ട് അടച്ചോണ്ടിരുന്നതാ. ഞാൻ എന്തോ ചെയ്യും ഇനി? എത്ര രൂപ? എത്ര എന്തിനെ? 25,000 രൂപ. 25,000 രൂപ. എടി ഞാനിവിടെ വളയം പിടിച്ചെന്റെ നട്ടല് കുറുക്കിയിട്ടാണ് ഞാനിവിടെ പൈസ അയക്കുന്നത്. 25,000 രൂപ കൊടുത്ത് നീ 25,000 നോക്കണേ. 25,000 രൂപ. ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകം കൊണ്ടുപോകാൻ സഞ്ചിയില്ലായിരുന്നു. ഞാൻ എന്തോ വെച്ചെന്നറിയോ? നമ്മൾ ചന്തയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കത്തില്ലേ? ആ കവറിനകത്ത് പുസ്തകം ഇട്ടായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നത്. ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്റെ പിള്ളേർ കളിയാക്കും, നീ ചന്തയ്ക്ക് വന്നു തന്നോ സ്കൂളിൽ വന്നു തന്നോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിൽ എത്തിയത്. 25,000 കുണുവായേ. ഇത് എന്തുവാ ഇത്? തുറന്നേട്ട മുതലവാ തുറക്കുന്ന പോലെ നിന്റെ അപ്പന്റെ കാശ് വണ്ടി എടുത്ത് വെക്കാനോ? 25,000 രൂപ ഞാൻ പറയാം. അടുത്ത ശമ്പളം വരുമ്പോ ഞാൻ മേടിച്ചാരോ പറയാമെന്ന്. സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോ അടുത്ത മാസം 3 മാസം കഴിയുമ്പോ അച്ഛൻ PF കിട്ടും. അപ്പൊ അന്നേരം മേടിച്ചേരാം. തരത്തില്ലല്ലോ. തരത്തില്ല. ആ പോണ ഇറങ്ങി. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തോ നീ 15 ദിവസത്തേക്ക് ഇങ്ങോട്ട് കെട്ടിയെടുത്തതാ. അങ്ങോട്ടൊക്കെ അവിടെ നിന്നാ പോരായിരുന്നു. എന്റെ കുഞ്ഞ് എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പേടിയാ. പിന്നെ കടുങ്കാപ്പി ഇടാൻ അറിയാത്തവനാ കടുങ്കൈ ചെയ്യുന്ന. നോക്കണേ എന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോയിട്ടുണ്ടോന്ന് നോക്ക. ഞാൻ നോക്കിക്കോളാം. ഉടനെ അങ്ങ് നോക്കുവാന്നോ? ആ നോക്കട്ടെ ഞാൻ. ആ 2 പവർ ബാങ്കും 2 ചാർജറും വേറൊന്നുമില്ല. ഭാഗ്യം. ഞാൻ വിചാരിച്ച് പ്രമാണം വല്ലതും കാണും നിന്നത്ത്. അതെന്താ പ്രമാണം? എടാ 2K കിണ്ണാപ്പാ. റേഷൻ കാർഡ് എന്തോന്ന് അറിയാമോ? ഈ വീടിനൊരു നമ്പറുണ്ട്, അതറിയാമോടാ നിനക്ക്? നാട്ടുകാരുടെ നമ്പർ മൊത്തം നിനക്കറിയാം കാണാതെ. എടാ ഇതാണ് പറയുന്നത്. സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീടും വസ്തുവും എന്റെ പേരിൽ ചേർത്ത് വെച്ച സാധനമാണ് പ്രമാണം. അറിയാമോടാ നിനക്ക്? അതറിയാമായിരുന്നെങ്കിൽ ഇവൻ എന്നേ അത് എടുത്തോണ്ട് പോയേന്. കേട്ടോ? സ്വന്തമായിട്ട് ഉണ്ടാക്കണവൻ അന്നേരം നിനക്ക് തന്നെ അറിയത്തുള്ളൂ. നീ അത്യാവശ്യമാണ് ഇവിടെ വഷളാക്കുന്ന ഇവനെ. എന്നെ കൊല്ലാൻ നോക്കുവാ. ഇതാടാ തന്ത വൈബ്. അല്ലാതെ ഉണ്ടാക്കിയതല്ല നിനക്കാന്ന് പറയുന്നതല്ല. നീ പോയി സ്വന്തമായിട്ട് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറഞ്ഞില്ലയോ? ഇതാ യഥാർത്ഥ തന്ത.
ഇപ്പോഴെങ്കിലും നമ്മുടെ മോനെ നിങ്ങൾക്ക് മോനെന്ന് വിളിക്കാൻ തോന്നിയല്ലോ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാ, നീ പകരും പുഞ്ചിരികൾ കണ്ടുനിന്നാൽ അല്ലേ എന്റെ മീശ തുടഞ്ഞു നോക്കിയടി. ഇല്ല, ഇല്ല. എന്തായാലും ആഗ്രഹിച്ചതല്ലേ ബാംഗ്ലൂർ പോവാൻ. ഒരു കാര്യം ചെയ്, റെഡിയാവും. നമുക്ക് 3 പേർക്ക് പോവാം ബാംഗ്ലൂർ. അവനെ ചേർക്കാം. ഇപ്പഴല്ല, അടുത്ത മാസമോ? അത് സാരമില്ല, അടുത്ത മാസമല്ലേ. നമുക്ക് 1 മാസം നമുക്ക് 3 പേർ കൂടെ അവിടെ പോയി അടിച്ചു പൊളിക്കാം. എന്തിന്? അല്ല, ഞങ്ങൾ ആ സ്ഥലം ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെ? ബാംഗ്ലൂരേ. ഗോവയ്ക്ക് നിന്നെ ഹോസ്റ്റലിലാക്കിട്ട് ഞങ്ങളൊന്ന് കറങ്ങാം അവിടെ. എവിടെയൊക്കെ പോകും? ഗോവയിൽ പോകണം. ഗോവ, ബാംഗ്ലൂര്. ഗോവയൊന്നും പിന്നെ കാണാനൊന്നും ഇല്ല. അതൊക്കെ അറിയാം. കുറെ കടലും കുറെ വെള്ളവും കുറെ മദാമ്മമാരൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ പോയി വെറുതെ ഉണക്കവെയിൽ കൊള്ളത്തേ ഉള്ളൂ. ആണോ? കുടുംബശ്രീ ലോൺ ടൂർ, സ്റ്റഡി ടൂർ. അതിന് വിട്ടായിരുന്നില്ല, കുഴപ്പമില്ല, അവൻ പഠിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, വേറെ ഏതൊരു സ്ഥലം അവിടെ കാണാൻ കൊള്ളാവുന്നേ? ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയായിരുന്നു, പക്ഷെ ഞാൻ കാണാത്തൊരു സ്ഥലം ഞാനിപ്പോ കണ്ടു. അതേ സ്ഥലമാടാ? എന്റെ അച്ഛന്റെ മനസ്സ്. ഏതാമ്മേ? ദൈവമേ, എനിക്ക് ഇടയ്ക്ക് സത്യം പറഞ്ഞ എന്റെ വീട്ടിലേക്ക് നോക്കിയിരിക്കുന്ന പോലെ ഉണ്ട്. എന്റെ വീട്ടിലും ഉണ്ട് ഇതേപോലെ ഒരെണ്ണം. ഇപ്പൊ വീട്ടിലില്ല. അമ്മമാർ ചേച്ചിമാരൊക്കെ ലാസ്റ്റ് എഴുന്നേറ്റ് നിന്ന് കഴിച്ചു. റിലേറ്റബിൾ ആയിരുന്നില്ലേ? ഓക്കെ, അപ്പൊ അവര് തലയാട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജഡ്ജസിലേക്ക് നേരെ പോവാം. ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. ആദ്യം ഇതിൻ്റെ കണ്ടന്റിനാണ് നല്ലൊരു കൈയ്യടി തരേണ്ടത്. കാര്യം അത്ര മനോഹരമായിട്ടൊരു കണ്ടന്റായിരുന്നു നിങ്ങൾ എടുത്തത്. ഇത് ഒരുപാട് വീടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ നോക്കിയാൽ ചില വീടുകളിലൊക്കെ ഇത് മസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെയുള്ള ഇത് സെക്കൻഡ് പാർട്ട് വല്ലതും പിടിച്ചാണോ നിങ്ങൾ? അതെ അതെ അതെ. ചിരിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെയുണ്ട്. നിർത്താതെ ചിരിക്കാനായിട്ടുള്ള കൗണ്ടറുകൾ ഇതിൻ്റെ അത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ 3 പേര് ആരാണ് ഗംഭീരം എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ്. അഭിനയിക്കുമല്ലായിരുന്നു, തൊട്ടപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യം കണ്ടതുപോലെയാണ്. ഇത്ര മനോഹരമായിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏച്ചുകെട്ടുകളൊന്നുമില്ല. അതായത് ഒരു ചിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിലടങ്ങുന്ന കഥയ്ക്കനുസരിച്ചുള്ള ചിരികൾ മാത്രമല്ലാതെ വേറെ ഒന്നും ഇതിൻ്റെ അകത്തില്ല. 3 പേരും നല്ല അഭിനയമാണ് എന്ന് പറഞ്ഞിരുന്നാലും അജേഷിന് ഞാനൊരു ശകലം മുൻതൂക്കം കൂടുതൽ കൊടുക്കുക. അജേഷ് കലക്കി. സുമി പിന്നെ ഒരു അമ്മയായാൽ അമ്മ തന്നെയാണ്, ഒരമ്മയാണ്. അതേപോലെ ആ വീട്ടിലൊരു വൃത്തികെട്ട മോനുണ്ടെങ്കിൽ അത് ഈ മോൻ തന്നെയായിരിക്കും. അങ്ങനെ നിങ്ങൾ ക്യാരക്ടർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാം ഗംഭീരമായിട്ടാണ്. ഒരു സാധനം എനിക്ക് ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട്, ഇതാണ് തന്തബൈബ് എന്ന് പറയുന്ന ആ പോർഷനിൽ എന്താണെന്ന് എനിക്ക് കത്തിയില്ല. ചിലപ്പം എന്തെങ്കിലും സാധനം അവിടെ വിട്ടു പോയായിരുന്നോ? ഇല്ലില്ല, കറക്റ്റ് ഉണ്ടല്ലേ? അച്ഛനെ കൊല്ലാൻ ഭാവത്തിൽ ആ ഒരു ഭാവത്തിൽ ചെല്ലുന്ന പോലെ റിയാക്ഷൻ നമുക്ക് എന്താ പറയുക, ഇവിടെ ഇരുന്നാൽ തിരിഞ്ഞു നിന്നുകൊണ്ടാണ്. അതാ അത് കിട്ടാഞ്ഞത്. എന്തായാലും ഗംഭീരമായി. ഇനി അതിലപ്പുറം എന്താ പറയണ്ട, അടിപൊളി. 3 പേരും കലക്കി. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് നമുക്ക് പ്രചോദനോട് ചോദിക്കാം. 100 സ്കിറ്റ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അതായത് നമ്മൾ ഫസ്റ്റ് പോർഷൻ ഇത് കണ്ടാണ്, ഫസ്റ്റ് പാർട്ട് നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഐറ്റം പറയൽ ഒരുപാട് വൈറലായ ഒരു ഐറ്റം ആയിരുന്നു ആദ്യത്തെ സ്കിറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ രണ്ടാമത് കളിക്കാൻ വന്നു. ഞാൻ ആദ്യം കൈഡി തരുന്നത് മനോജിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. അതിനൊരു കൈഡി, കാരണം വെച്ചാൽ മനോജിനെ നമ്മൾ വെറുത്തു. അത്രയ്ക്കൊരു മകൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് കാര്യം മനോജ് ആ തുടക്കം മുതൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അജേഷിന് ഒരു ഉഗ്രം കൈഡി തരണം. കാര്യം അജേഷ് ആ തുടക്കം മുതൽ അത് എങ്ങനെ ഒരു അച്ഛൻ്റെ സീരിയസ്നെസ് ആയിട്ടുള്ള ഒരു കഥാപാത്രം പിടിച്ചു നിർത്താവോ. ഇതിനുശേഷം ഞാൻ ചിരിച്ചു ഒരു സാധനമുണ്ട്. സാറിൻ്റെ ബസ് കട്ടപ്പനൊക്കെ പോയി ദൈവം ഞാൻ ഏറ്റവും കൈഡി തരേണ്ട ആ സോപ്പിനാണ്. കാര്യം ഈ ഫോണിൻ്റെ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് എന്താ പറയുക, സോപ്പാന്ന് പറഞ്ഞെടുത്ത് അച്ഛൻ കഴുകുന്നു. അതൊക്കെ 2K കിഡ്സിൻ്റെ ഇതിനെക്കുറിച്ച് നമ്മുടെ ഒരു ജനറേഷൻ അറിയാതെ പോകുന്ന ഒരു കാര്യങ്ങളാണ്. പിന്നെ സുമി റെക്കമെൻഡേഷൻ ആളാണല്ലോ. അമ്മമാരാണ് എപ്പോഴും നമുക്ക് കുടുംബത്തിൽ ഏറ്റവും അധികം അച്ഛനും മകനുമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ അതിൽ ഇടപെടുന്നത് അമ്മയാണ്. ആ കുടുംബത്തെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു അമ്മ എങ്ങനെയാണോ അത് സുമിയോടെ വരച്ച് കാണിച്ചു തന്നു സുമി. പിന്നെ മനോജും സുമിയായിട്ടുള്ള ക്ലാഷുകളൊക്കെ മനോജ് വളരെ സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞൊരു ഓട്ടം ഉണ്ട് സുമി, അതൊക്കെ അകത്തോട്ട് ഓടുന്നൊക്കെ ഉണ്ട്. ഭയങ്കര രസം. പിന്നെ ഇതിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൈഡി തരേണ്ടത് ഈ പറഞ്ഞൊരു സാധനമാണ്. അതായത് പെട്ടെന്ന് അയ്യോ എന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞെടുത്ത് മനോജ് കയറിയിട്ട് പെട്ടെന്ന് അച്ഛാ ഇതായിരിക്കണം തന്ത വൈബ്. അപ്പോൾ അത് മകന് മനസ്സിലായി. അതിനുശേഷം എല്ലാ സ്ഥലങ്ങളും കണ്ടു, പക്ഷെ കാണാത്ത ഒരു സ്ഥലമുണ്ട്, മനസ്സ് എന്ന് പറയുന്നൊരു അവസാനത്തെ ക്ലൈമാക്സ്. കാര്യം നമ്മുടെ ഈ സ്കിറ്റിൻ്റെ ബോൺ ക്ലൈമാക്സ് ആണ്. കാര്യം അതൊരു ഉഗ്രൻ, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ ഗംഭീരമായിരുന്നുണ്ടാ, അടിപൊളിയായിരുന്നു.
എനിക്ക് പറയാനുള്ളത് ഈ തന്ത വൈബ് എന്ന് പറയുന്നത് 2-3 മക്കളൊക്കെ ഉള്ള ആളുകൾ അച്ഛനും അമ്മേനെയൊക്കെയാണ് ഈ പറയുന്നത് തള്ള വൈബ് തന്ത വൈബ് എന്ന്. അത് ശരിക്കും നമ്മളെ കുറച്ച് പറയുന്നു, അച്ഛനമ്മമാരെയൊക്കെ ശരിക്കും കുറച്ച് കാണിക്കുന്നത് അത് ഈ ജൻസി പിള്ളേരൊക്കെ. പക്ഷേ അതുകൊണ്ടൊരു ഉപകാരം ഈ സ്കിറ്റിനും ഈ കുടുംബത്തിനും ഉണ്ടായി എന്നുള്ളതാണ്. കാര്യങ്ങൾ കറക്റ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യം കൊണ്ട് ഇതൊക്കെ ഒത്തീർപ്പാവുന്ന കാര്യം ഉള്ളതാണ് നമ്മൾ ഈ സ്കിറ്റ് കൊണ്ട് മനസ്സിലാക്കിയത്. അത് ഭയങ്കര ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. കാരണം പഞ്ചിലൂടെ നിർത്തുന്ന ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ പോലും നല്ലൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എല്ലാവരും കുറ്റപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തന്ത വൈബ് എന്ന് പറയുന്നത് ആ വൈബ് എപ്പോഴും ആവശ്യമാണ് അല്ലേ? അതിപ്പോൾ ജൻസി പിള്ളേരും മനസ്സിലാക്കുക. ഈ സ്കിറ്റ് കണ്ടാൽ തന്ത വൈബ് ആവശ്യത്തിന് വേണം. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് തന്നെ ഈ സുമിയും അജീഷും ഒരു രക്ഷയുണ്ടായിരുന്നുണ്ട്. കാരണം മനോജിന് അങ്ങനെ കളിച്ചാൽ മതി, ഇത്തിരി താന്ന് കളിച്ചാൽ മതി, ആറ്റിറ്റ്യൂഡ് പിടിച്ച് കളിച്ചാൽ മതി. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വേറെ ലെവലായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര സ്പീഡിൽ കളിച്ചാലും എത്ര റേഞ്ചിൽ കളിച്ചാലും ഒരക്ഷരത്തിന് പോലും മനസ്സിലാവാത്ത രീതിയിലില്ല. നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ കളിക്കുന്നത്. അത് ഇന്നും കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഒരു പണത്തൂക്കം മുന്നിലാണെന്ന് വേണമെങ്കിൽ പറയാം അജേഷിൻ്റെ. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും നല്ല അച്ചിട്ട് പോലെ എഴുതി നല്ല മീറ്ററോടെ കളിച്ചത് കൊണ്ടാണ് ഇത്രയും ഗ്രാൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റണത്. ഇപ്പം എന്തായാലും 3 പേരും പൊളിച്ചിട്ടാ നല്ല ഐറ്റം ആയിരുന്നു. 3 പേരും ഗ്രാൻഡായിരുന്നു. അടിപൊളി. അപ്പം നല്ല കമന്റ്സ് ആണ് കേട്ടിട്ടുള്ളത് നമ്മുടെ കാര്യക്കാരിൽ നിന്നും. അതുകൊണ്ട് നല്ല സ്കോർ നമുക്ക് പ്രതീക്ഷിക്കാം. സോ സ്റ്റാർട്ടിംഗ് വിത്ത് പ്രചോദേട്ടൻ. ഞാനൊരു 22,000 രൂപ. അടിപൊളി. താങ്ക് യു ചേട്ടാ. അടുത്തേക്കാ പിന്നെ ഞാനെന്തിനാ കുറയ്ക്കുന്നത്? ഞാനും കൊടുക്കാം ഒരു 22,000 രൂപ. അങ്ങനെ 44,000 രൂപയാണ് ഇപ്പൊ മൊത്തത്തിലായിരിക്കുന്നത്. ഇനി നമുക്ക് ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ പിടിച്ചോ, നോക്കട്ടെ, എറിഞ്ഞു പൊട്ടിച്ചു. മനസ്സിലെ 25,000 രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചാണ് അടിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ്. അപ്പൊ എന്തായാലും സിൽവർ പഞ്ച് കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് 2 വാക്ക് ചോദിക്കാം. ചേച്ചി പറയൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ പറഞ്ഞ മാതിരി ആ സ്കിറ്റ് ഒരുപാട് കട്ട്സ് പോയി. ഒരുപാട് പേര് അവരുടെ വീട്ടിലെ നടക്കുന്ന കാര്യങ്ങളാണ്, ഒത്തിരി റിലേറ്റഡ് ആണ്. മീനാക്ഷി പറഞ്ഞതുപോലെ ഒത്തിരി റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റീച്ച് എന്ന് പറഞ്ഞത് ഞങ്ങൾ പ്രതീക്ഷയിലും അപ്പുറം റീച്ചായിരുന്നു. ഇപ്പം നല്ലൊരു സ്കിറ്റും അതിനൊത്ത ഒരു എമൗണ്ടും കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അടിപൊളി. അജയ് ചേട്ടാ? സന്തോഷം. അതെ, അതിന് അപ്പുറം നമുക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി കട്ട്സ് പോയി, കുറേ വൈറലായ സാധനം അത്. ഇപ്പോഴും ആൾക്കാർ മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾക്ക് ആ ഫാമിലി ഒന്നുകൂടെ കാണണമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു. ഈ പറഞ്ഞ പോലെ ഈ സംഭവം ഞാൻ ഈ കൊണ്ടുപോകുന്നതുകൊണ്ട് മറ്റ് സ്കിറ്റുകളിൽ എനിക്ക് അത്രയും റിസ്ക് ഇല്ല. ഇവരെ ഏൽപ്പിച്ചാൽ അത് ഇവർ കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ഇവരിത് എൻ്റെ തലയിൽ വെച്ച് തന്നു. അതിന് എന്തായാലും പ്രതീക്ഷയ്ക്കൊത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. താങ്ക്സ്. ഈ സ്കിറ്റ് പ്രചാരണമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു സാധനം തന്നെയാണ്. അത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനെ ആ പുള്ളിക്കാരൻ കഥകൻ്റെ വിടവിൽ കൂടാണ് കാണുന്നത്. കാരണം പുള്ളി വരുമ്പോൾ ഇവനെ പരിക്കകത്ത് ഇറങ്ങത്തില്ല. പുള്ളിക്ക് ഭയങ്കര സങ്കടം. അവന് മീശ കുരുത്ത് വന്നിട്ട് പോലും പുള്ളിക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റത്തില്ല. പുള്ളി എന്നിട്ട് എന്നോട് ഇത്തിരി സങ്കടം പറയും. എനിക്ക് എപ്പോഴും അകത്ത് മൊബൈല്, കാരണം വീട്ടുകാർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരോട് സംസാരിക്കത്തൊന്നുമില്ല. ഒരു ദേഷ്യ ഭാവമാണ്. അപ്പോൾ അതൊക്കെ ആണ് നമ്മുടെ അതൊന്ന് മാറ്റിയെടുക്കണം. പിള്ളേരെ ഒരിക്കലും മാറുമില്ലെന്ന് അറിയത്തില്ല. കാരണം അവരൊരു കാലഘട്ടത്തിലേക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ഈ തന്ത ഇങ്ങനെ പറഞ്ഞില്ലേ, നീ സ്വന്തമായിട്ട് ഉണ്ടാക്കി കാണിക്കണമെന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഒരു സ്പിരിറ്റ് കയറേണ്ടത്. കാരണം പണ്ടൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് 1 ഏക്കർ 2 ഏക്കർ വസ്തുവുള്ളൊരു അച്ഛനും അമ്മയും മക്കൾക്ക് ഞാൻ വീതിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അത് വീതിച്ച് അത് 5 സെന്റ് വരെയായി. ഇവരെ മക്കൾക്ക് ഇവരെന്ത് വീതിച്ചു കൊടുക്കും എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ പുതിയ തലമുറ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ്. അടിപൊളി. ഉഗ്രം തോട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇതിന്റെ അടുത്ത ഭാഗം കാണാനായിട്ട് നമ്മൾ കാത്തിരിക്കും കേട്ടോ. ഓക്കെ, ബൈ. ഒരു ഗംഭീര സ്കിറ്റുമായിട്ട് 3 ചേട്ടന്മാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിങ്ങോട്ട് വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം ശ്യാം തൃക്കുന്നപ്പുഴ, രാജേഷ് തിരുവമ്പാടി ആൻഡ് വിജയ് പുഴിയൂർ. അത് ശരിയാവില്ലല്ലോ. എൻ്റെ ചെറുക്കനെ പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല. ഹലോ, തനിക്ക് കേൾക്കാമോ ഞാൻ പറഞ്ഞേ? എനിക്ക് കേൾക്കാടി. താൻ എന്റെ ചെറുക്കനെ എന്തുകൊണ്ട് പറഞ്ഞത്? ഞാൻ പലതും പറയൂടി. നീ പറയുവോ? എടാ നീ പോടാ, നീ പോടാ, നീ പോടി, നീ പോടി. ഞാൻ പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തുന്നു എനിക്ക് പോലും അറിയാൻ പറ്റത്തില്ല. നീ ഒന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ. എടാ പോടാ പട്ടാപ്പിൽ പാത്രത്തിൽ പൊട്ടിയ കുട്ടാൻ നമ്മളെ കെട്ടിപ്പിടിച്ച കുട്ടി പൊട്ടിക്കളി പട്ടത്തിൽ തട്ടിക്കളിച്ച് നാട്ടി പാട്ടാണ് പട്ടി ആട്ടമുട്ട കല്ലെടുത്ത് പട്ടിയെടുത്ത പട്ടിക്ക് നോവും. ഇപ്പം കിടക്കുന്ന മട്ടാഞ്ചിലെ കുട്ടപ്പഞ്ചേട്ടന്റെ 8ാമത്തെ വലിയ മുട്ട മടിയെടുത്ത് നട്ടലിട്ട് തട്ടി മുട്ടും കൊണ്ടോ പട്ട വീട്ടിൽ വന്ന ചട്ടിയും ചട്ടവും മുട്ട
പൊട്ടിട്ട് പൊട്ടി ഇഷ്ടം കെട്ട് പൊട്ടിട്ട് വലിയ മുട്ടും പെട്ടെന്നുള്ള പട്ടി അന്തിക്ക് ചിന്തിച്ചിരിക്കുന്ന ഹോന്ത നന്ദം വന്ന മന്ദാൽമരത്ത് മുന്തിരി കള്ളം കുടിച്ച് അന്തിക്ക് ചന്തയിൽ വന്ന ചന്ദ്രയുടെ ചന്തിക്ക് പിടിച്ചതും അന്തമ്മ ചന്താളിച്ച് പൊന്തിയെ വേക്ക് വാങ്ങിയ പന്ത് പോലുള്ള കാന്തയിൽ പറഞ്ഞത് പല മോന്തരായ നിന്നെ മോന്നൊക്കെ വെച്ചാൽ ഞാൻ മറന്നിട്ടില്ല പട്ടി. ഒരു ഗ്ലാസ് മോര് തരാമോ? എങ്ങനെ ഒരു ഗ്ലാസ് മോര് തരാമോ? വെച്ചിട്ട് പോടാ. വയറ് നിറഞ്ഞാ മോര് കുടിക്കണം, അതാ. വെച്ചിട്ട് പോ അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത് തുടങ്ങണേ. വെച്ചിട്ട് പോ. ഈശ്വര, 10 ദിവസത്തെ ഉത്സവമാണ് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലെ അമ്പലത്തില്. 4ാമത്തെ ദിവസവും ഉത്സവം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അറിയാമോ തനിക്ക്? 4ാമത്തെ ദിവസം കൊണ്ട് അന്നദാനം തീർന്നു കാണും, അല്ലെങ്കിൽ ഇങ്ങ് വരുവോ? അന്നദാനം തീർന്നുകൊണ്ടല്ല, പിന്നെ വെഞ്ചാമരം വീശാങ്ക് ആനയുടെ പുറത്ത് കയറിയ ആള് അവിടുന്ന് തലയടിച്ച് താഴെ വീണു. അവിടെ നിന്ന് എഴുന്നേക്കാമോ? ഇങ്ങനെ കടന്നു. ഇവിടെ പാത്രം കഴുകണം, മുറ്റമടിക്കണം, അലക്കണം, അരിയും അതും ഇതുമൊക്കെ വെക്കണം. ഞാൻ ഒറ്റയാളേ ഉള്ളൂ. എനിക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? അതെ, ഞാൻ പെണ്ണല്ല, ആണാ. ഇന്നത്തേക്ക് മാത്രം എന്നെ ഒന്ന് സഹായിച്ചൂടെ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ട് കാര്യമുണ്ടോ? രാവിലെ വൈകിട്ടും നന്നായിട്ട് വിയർക്കണം. ഞാൻ വേർക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. എന്ത് പരിപാടി നീ ചെയ്യുന്നേ? ഞാൻ രാവിലെ വൈകുന്നേരം ആവി പിടിക്കുന്നുണ്ട്, അന്നേരം നന്നായിട്ട് വേർക്കുന്നുണ്ട്. നിന്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? നിന്നെ ഒരു SI ആക്കണം. നീ ഒരു SI ആയിട്ട് ഞാൻ മരിക്കുമ്പോ ആചാര വെടിവെച്ച് എന്നെ അടക്കം ചെയ്യണം. അതാണ് എന്റെ ആഗ്രഹം, അറിയോ? എന്റെ ആന്റി, എനിക്ക് SI ഒന്നും ആവണ്ട. എനിക്ക് ആവുന്നെങ്കിൽ ഒരു സിനിമ നടനായാൽ മതി. സിനിമാ നടൻ? നിന്റെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പോലും എന്റെ ആഗ്രഹം മുരടിപ്പിച്ച് കളഞ്ഞത്. ഞാനൊരു പാട്ടുകാരി ആകാൻ ആഗ്രഹിച്ചറിയാവോ? എന്നിട്ട് എനിക്കാണെങ്കിൽ സിനിമയിലെ എല്ലാ സിനിമയുടെ പേരും അറിയാം. ആന്റിക്ക് ഒരു പാട്ടുകാരൻ്റെ പേരറിയാവോ? 9 പാട്ടുകാരുടെ പേര് പറയാം. എന്നാ 9 എണ്ണം പറഞ്ഞാനൊന്ന് കേൾക്കട്ടെ. മുഹമ്മദ് റാഫി, ജിക്കി, മിൻമിനി, ഗായത്രി, പീലി, ലാൻഡോ, മാർക്കോ, സെന്റി, ശ്രീമാൻ, ഹേംരാജ്, അഫ്സർ, ഉണ്ണിമാൻ, ഉദയഭാനു, ജാനകി, ചിത്ര, ജോത്സനം, വിജയ്, യേശുദാസ്, ടിനി ടോം. അല്ല, റിമി ടോമി. മറന്നുപോയി. ഞാൻ പറഞ്ഞു കേക്ക്. ഇന്നൊരു ട്രെയിനർ ഇവിടെ വരും. SI സെലക്ഷൻ വേണ്ടേ? വേണം. ഇങ്ങനെയൊക്കെ കടന്ന് കാണിക്കുമ്പോ ഒരു പെണ്ണായിട്ട് എനിക്ക് തോന്നുവാണ്. വേണ്ടെന്ന് പറഞ്ഞല്ല, ഇന്നൊരു റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി നിന്നെ എല്ലാ ട്രെയിനർ വരും. അപ്പൊ നന്നായിട്ട് പഠിച്ച അയാൾ പറയുന്നതൊക്കെ കേട്ടാൽ എന്റെ മോൻ SI ആകും. എന്താ മുഖത്തൊരു ചിരി? ഒന്നുമല്ല, എല്ലാരും പറയാ സിനിമാറിനാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി വേണം, അതുകൊണ്ട് ഇങ്ങനെ ആയതാ. അതുകൊണ്ടൊന്നും അല്ല, ഇന്ന് മനസ്സിൽ നല്ല സന്തോഷമാണെന്ന് എനിക്കറിയാം. ഒരുപാട് കടന്നങ്ങ് ഉറങ്ങി. ഈ ട്രെയിനർ എവിടെന്നാ വരുന്നത്? ട്രെയിനർ കായംകുളത്തുനിന്ന്. ട്രെയിനർ വരുന്നതിന് മുമ്പേ ഞാൻ പെട്ടെന്ന് അങ്ങ് മുങ്ങാം. ടോണി, ഞാൻ ആ ചെരുപ്പ് മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ പുറത്ത് ഈ സ്റ്റാൻഡിലെ വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെങ്കിൽ അങ്ങനെ ഇനി അങ്ങനെ ഞാൻ സ്റ്റാൻഡൊക്കെ ഞാൻ കൊണ്ടുവന്നേ കേട്ടോ. ടോണി, ടോണി, don't repeat that. Okay. ടോണി, ടോണി, ഒരു ട്രെയിനർ വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഞാനാ പറഞ്ഞു. അതെ അതെ. എന്തായിരുന്നു പേര്? അമ്പിളി. എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല, എന്റെ കാര്യങ്ങൾ നോക്കി ഇവിടെ നിൽക്കുക. എന്റെ ആന്റിയാ. പിന്നെ പോടാ. കല്യാണം കഴിഞ്ഞതാണോ? ഇല്ലെന്നേ, ഞാൻ അതാ പറഞ്ഞ എന്റെ ആന്റിയാന്ന്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ? അല്ലല്ല, നീ ഒന്നും ചോദിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്. നീ കുറെ ഉത്തരങ്ങൾ എന്നോട് പറ, അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കാം കേട്ടോ. ഇവിടെ ഈ പപ്പരയ്ക്ക ഉണ്ടോ? ഓമയ്ക്ക ഉണ്ട്, വെളിയിലുണ്ട്. അത് തൊലി കളയാതെ വെള്ളത്തിട്ട് തിളപ്പിച്ച് അവന് കൊടുക്കണം. പ്രോട്ടീൻ കിട്ടാനാണ്. അല്ല, നിന്റെ ഈ ക്രിമി അടിക്കാനല്ല കേട്ടോടാ. മൂത്തോട് സംസാരിക്കുവാണ്. അപ്പൊ അതിന് മുമ്പിൽ നീ എന്തിനാണ് കയറുന്ന ആവശ്യമില്ല. ഇതെന്തിനാ ഈ പട്ടിയെ കൊണ്ടുവന്നത്? ഇത് നമ്മുടെ സ്വന്തം പട്ടിയാണ്. എന്റെ ചെറുക്കനാണ് ഇവൻ. ആണോ? പിന്നെ എന്റെ കുഞ്ഞാണ്. അവൻ എന്തെന്നറിയാമോ? ഈ പട്ടിയെ ഞാൻ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവൻ ഞാൻ എന്ത് ചെയ്താലും അവൻ അതുപോലെ ചെയ്യും. ആണോ? ഇപ്പൊ ഞാൻ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചില്ല. ടോണി, കണ്ടോണേ. ടോണി ഇതാ പുറ വരുന്നുണ്ടോ? ടോണി, ഡോണ്ട് റിപ്പീറ്റ് ദാറ്റ്. അവിടെ കണ്ടോ? കയ്യിൽ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താലും വരും. എന്റെ കൂടെ വരും ഞാൻ. ടോണി, ശരി. ടോണി ഇനി കണ്ടോ, ഞാൻ എന്ത് ചെയ്താലും കാണിക്കും. കണ്ടോ? ടോണിയേ. മാഷേ, ടോണി അനങ്ങുന്നില്ലല്ലോ.
നീ അങ്ങനെ അനങ്ങും ആകെ ഉള്ളൊരു ബിസ്ക്കറ്റ് അവന്റെ കയ്യിലായില്ലേ പിന്നെ എന്തിനാ അവൻ അനങ്ങണം? ഇനി അനങ്ങത്തില്ല അവൻ. ഇനി അവൻ അനക്കമില്ല അവന്. ചെറുതായപ്പോ എന്റെ കിട്ടിയതാണ്. ഞാൻ പിന്നെ ഈ ബിസ്ക്കറ്റ് പാല് ഇറച്ചിയൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയും വലുതാക്കി എടുത്തത്. ആണല്ലേ? അപ്പൊ ചെറുതാക്കിയിരുന്നപ്പോ പാലും ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ വലുതാക്കി എടുത്തതല്ലേ? പിന്നെ വലുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പാൽ ബിസ്ക്കറ്റ് കൊടുത്താൽ പിന്നെ നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ഉഗ്രം കോമഡിയാണ് ഇതൊക്കെ മനസ്സിലാത്തോണ്ടാണ് ഞാൻ. കേട്ടോ ടോണി, ഓക്കെ. ഞാനപ്പോ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അതെ അതെ. അപ്പൊ ഈ പയ്യനാണല്ലേ? ഇതാണ് എനിക്ക് ഇവനെ SI ആയിട്ടൊന്ന് കാണണം. ഞാൻ കാണിക്കാം. പക്ഷേ നമ്മൾ ഈ SI ആയിട്ട് കാണിക്കുമ്പോൾ ആദ്യം വേണ്ടെന്നു വെച്ചാല് നമ്മൾ ട്രെയിനിങ് ഇന്ന് തുടങ്ങിയാണ്. അതെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യാനായിട്ട് പോടാ എടാ 1.5 കിലോമീറ്റർ ഓടിയിട്ട് വാടാ. ആദ്യം വാമപ്പടിയടാ പോയി. പിന്നെ ഞാനോ എനിക്കാണോ SI ആവണ്ടേ? കേട്ടോ പോടാ. എന്തുവാ പേരെന്ന് പറഞ്ഞ എന്ത് വരുന്നത്? എന്റെ പേര് അമ്പിളി. അമ്പിളി നല്ല പേര് കേട്ടോ. പോടാ അങ്ങ് പോടാ. 1.5 കിലോമീറ്ററാ. ഹലോ. ഓരോരോ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ടോണിയേ ഡാ കണ്ണടച്ചു വേടാ ഡാ. ഞാൻ ഉള്ള കാര്യം ഉള്ളത് പോലെ പറയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യേ സാർ എന്ത് പറയുന്നത്? സാർ ഇങ്ങനെ ട്രെയിനായിട്ട് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാന്ന് പറഞ്ഞാൽ? അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവന്റെ ആന്റി അറിയോ? എനിക്ക് ആന്റിമാരെയാണ് ഇഷ്ടം. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറട്ടെ. അമ്പിളി അതാണ്ട് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ കലയാന്നറിയാവോ? കല. ഇപ്പുറ സൈഡ് തിരിഞ്ഞ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ചേലാന്നറിയാവോ? പക്ഷെ നേരെ നോക്കിയേ, ഇത് രണ്ടുകൂടെ അങ്ങ് ചേരുവാ. ഒറ്റ നോട്ടത്തിൽ കലാശാല. അങ്ങനെ വിവാഹമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കഴിച്ചില്ല അപ്പൊ അല്ലേ? ഇല്ല. എന്തുവാ? 26-ാമത്തെ വയസ്സിലൊരു വിവാഹം വന്നതാ. എന്നിട്ടോ? അതങ്ങ് നടന്നില്ലെന്നേ. എന്ത് പറ്റി? എന്റെ വീടിന്റെ മുറ്റത്ത് വന്ന അയാൾ വിളിച്ചു, അമ്പിളിയേ എന്ന് വിളിച്ചു. പക്ഷെ എനിക്ക് ഇറങ്ങി പോകാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ 2026 ആയില്ലേ, ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നൊന്നും അങ്ങനെ അങ്ങ് ടോണിയേ കേട്ടാ. അങ്ങനെ അങ്ങ് തീർച്ചയൊന്നും പറയണ്ട. ചിലപ്പോൾ ഇതിലൂടെയാണ് മറ്റൊരു ഇതിലേക്ക് പോകുന്നതെങ്കിലോ? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രിലില്ലികൾ പൂത്ത പോൽ ഒരു മാത്രയീ നെഞ്ചിലെ കുളിർവല്ലിൽ രാത്രിലില്ലികൾ പൂത്ത പോൽ ഒരു മാത്രയീ മിന്നിയോ. എന്തുവാ ഇത്ര പേടി? എന്തുവാ എനിക്ക് ഇത്ര പേടി? നീ ഇങ്ങൊന്നും വിചാരിക്കണ്ട. നീ നിങ്ങൾ അവിടെ പോയപ്പോ എന്തുവാ കാണിച്ച? എന്തോ പേടി എന്തോ എനിക്ക് പാട്ട് പാടി സെറ്റാ. ഓക്കെ. എന്തായി കാണിക്കുന്നത് സാർ? എനിക്കിഷ്ടമാണ്. ഞാനൊന്നും നന്നായിട്ട് പെരുമാറിയപ്പോ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അല്ല അങ്ങനല്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. താണ്ടത്തെ ചെറുക്കം വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. ഞാൻ കൊടുക്കുവാ ഞാന്. അയ്യോ കഴിഞ്ഞാടാ. കുറച്ചു ഓടി. കുറച്ച് നേരം കറക്റ്റ് 1.5 കിലോമീറ്റർ ഓടി. കറക്റ്റ് അങ്ങ് 1.5 കിലോമീറ്റർ അങ്ങ് ഓടി. കറക്റ്റ്. ഇവൻ വീട്ടിൽ ഇതുപോലാണോ? അല്ല, ഒരു പ്ലേറ്റ് ചോറ് കൊടുത്താൽ ഇത് മതി, ഇനി അധികം വേണ്ട. അങ്ങനെയാണോ ഇവൻ? അങ്ങനല്ല. ഒരു 1.5 കിലോമീറ്റർ അങ്ങ് ഓടുവാ. പിന്നെ 1.5 കിലോമീറ്റർ അവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഓടി ഇട്ടുവാ. ഞാൻ 1.5 കിലോമീറ്റർ ഓടിയിട്ട് അത് കഴിഞ്ഞിട്ട് 1/2 കിലോമീറ്റർ ഓടാനാ വേണ്ടത്. 1.5 കിലോമീറ്റർ ഓൾറെഡി നീ ഓടിയല്ലോ. അവിടെ വരെ നടന്നു പോവാ. അവിടുന്ന് പിന്നെ 1/2 കിലോമീറ്റർ ഓടിയാ പോരാ. നീ എങ്ങനെയാ നീ ഇവനെ എത്താവുന്നത്? മനസ്സിലായോ? നീ ഓടി തളർന്നൊന്നുമില്ലല്ലോ. ഓട്ടനല്ല, ബാക്കി പരിപാടിയിലോട്ട് നമുക്ക് ഇറക്കാം. അപ്പൊ നമുക്ക് കായിക അഭ്യാസ പരിപാടികളാണ് നമ്മള് അടുത്തായിട്ട് നമുക്ക് കിച്ചാൻ പോകുന്നത്. അപ്പോ എനിക്ക് ഒരു വടി വേണം. വരുന്നത് അടിത്തട പരിപാടികളാണ് നമ്മൾ ഫസ്റ്റ്. ഇതൊക്കെ കണ്ടു പഠിക്ക്. അല്ല നടനായിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. ടോണി ഇച്ചിരി അങ്ങ് നിങ്ങളുടെ ടോണി അപ്പോഴേ, അതായത് ഒരു SI എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മളെ കർമ്മനിരത, ധൈര്യം. അതാണ് ഒരു SIക്ക് ആദ്യമായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു SIയെ പെട്ടെന്നൊരു പ്രതി ഫ്രണ്ടിൽ നിന്ന് അടിക്കാൻ വരുന്നു. നമ്മൾ എങ്ങനെ അതിനെ തടയും? അങ്ങനെയുള്ള സാധനമാണ് ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത്. പിടിക്കാൻ കൊണ്ട് ഞാൻ SI, നീ വരുന്നു പ്രതി. അടിക്കാൻ വരുമ്പോൾ എങ്ങനെയാന്നുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ടൈമിങ് വേണം. നീ അടിക്കുന്നതിന് മുമ്പ് സാധനം വേണം. ആ ഹുമ്മിട്ട് കഴിയുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഹുമ്മിട്ടിട്ട് അടിക്കണം. അങ്ങനെ ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റെഡിയാണ്ടാ? ശരി മാഷേ, റെഡിയാണോ? ഓക്കെ. ഹുമ്മിട്ടിട്ട് പറഞ്ഞേ. ഹും. കണ്ടാ? അത് കൊള്ളാം. അത്രേ ഉള്ളൂ. ഒന്നര പിടി. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇതാണ് സാധനം.
ആ ഓക്കെ ആണോ? പോട്ടെ പോട്ടെ ഹുമ്മിനോട് പറഞ്ഞേ അല്ല ഞാൻ ഹുമ്മിട്ട അടിക്കുന്ന ടൈമിങ്ങിലാണോ ഹും നീ ഒരു കാര്യം ചെയ് ഇനി നീ ഹുമ്മിടണ്ട ഞാൻ ഹുമ്മിടും ഞാൻ ഹുമ്മിടുന്നതാണ് നിന്റെ ടൈമിങ് ആ ടൈമിങ്ങിന് അടിച്ചോളാം ശ്രദ്ധിച്ചേക്ക്. ആ ചെറുത് കാണിക്കല്ലേ റെഡി 1 സാറേ വല്ല കുഴപ്പം ഉണ്ടാവുമോ? എനിക്കോ ആ ആ ഹുമ്മല്ലത് പിന്നെ അത് ഞാൻ ഇവിടുത്തെ വേറെ ഹുമ്മാണ് ഹുമ്മ പറഞ്ഞല്ലോ അത് ഞാൻ അതിനുള്ള അറ്റെന്ന് പറഞ്ഞു നീ ശ്രദ്ധിച്ചിരിക്കും. Sorry, ബൈ. അതിനുള്ള ഹും അല്ലത്. അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട ഇനി പുറയുന്നുള്ളത് ആ പുറകുന്നുള്ളത് പുറയുന്നുള്ളത് ആ അപ്പൊ ഉമ്മാര് വയ്ക്കും നിനക്ക് അങ്ങ് മുട്ടയ്ക്ക് വന്ന ഹുമ്പക്കാനി നീ പുറയില്ല ഇനി കേട്ടോ പുറകിൽ നിന്ന് വന്നാൽ നമ്മൾ എങ്ങനെ പിടിക്കുന്നു അവസാനാണ് അതാണ് ഇനി ഹുമ്മില്ല കേട്ടോ ആ ഹുമ്മില്ല പരിചയോ പരിചയോ ഓക്കെ നമ്മ കിച്ചിക്കോ എടാ വേണ്ട മതി 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 മതി. അയ്യോ കഴിഞ്ഞോടാ അറിയണ്ടേ ഇത് അറിയണ്ടേടാ ഇത് സംഭവം നടന്നാട്ടാ എനിക്ക് കിട്ടണ്ടേ അടിച്ചത് അറിഞ്ഞില്ലേ എടുക്കുന്നില്ലേ? എന്താ ഞാൻ മസില് അടിച്ചുരുട്ടി ചെമ്മി പോകും കയറ്റി വെച്ചിരിക്കുക ആണല്ലേ? ഭയങ്കര ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ഇവിടെ ഈ മാർച്ച് മാസത്തിലെ കണിക്കൊന്ന പൂക്കുമല്ലേ ആ പോക്കുന്നേ പൂത്തിട്ടുണ്ടല്ലോ. അതായത് കണ്ടോ എന്തും വേണ്ടിയാന്ന് അയ്യോ, കണ്ടില്ലേ? മാസ്റ്റർ വേണം ഞാൻ ഓടിച്ചു തരാം. വേണോ? കണിക്കൊന്നല്ലേ ആ പറിച്ചിട്ടുണ്ടല്ലോ അതിനകത്തുനിന്ന്. മാഷേ കണിക്കൊന്നും വേണം മാഷിന്. അല്ല എന്താ പറയാ ഞങ്ങളുടെ അടുത്തൊക്കെ ഈ മാർച്ച് പൂത്തട്ട് ഏപ്രിൽ നമ്മളെ വിഷുവിന്റെ തലയുത്തം പറിക്കാൻ ചെല്ലുമ്പോ കാണത്തില്ല ആണല്ലേ? ഓണ്ടായിക്കണ അതുപോലെ അല്ലേ? അതെ അതെ. അതെന്താ ഏപ്രിൽ കാണാത്ത ഇപ്പം കരയാൻ പോലും വിടാത്ത ഞാൻ സംശയമല്ലേ ചോദിച്ചോളൂ ഒരു അവസരം തന്നതല്ലേ, അപ്പൊ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാമോ? എടാ ഇങ്ങനത്തെ നീന്റെ ടൈമിംഗ് ഒന്നും ശരിയൊന്നുമല്ല കേട്ടോ. ഞാൻ ടൈമിംഗ് ആണ് നിനക്ക് പറ്റത്തില്ല. നിനക്ക് നീ ഇത് കളഞ്ഞിട്ട് വേറെ വല്ല പണിക്ക് പോകും. എന്നാ എനിക്ക് സിനിമ നടനായാൽ മതി. ട്രെയിൻ ചെയ്യാൻ ഇവിടെ എനിക്കത് വേണ്ട, എനിക്ക് അഭിനയിക്കാൻ അറിയാലോ. എനിക്ക് ഞാൻ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം, അവൻ ചെറുതായിട്ടൊക്കെ അഭിനയിക്കും. പക്ഷെ എനിക്ക് ഇവൻ SI ആകുന്ന ഇഷ്ടം. ആണോ? എനിക്ക് സിനിമ നടനായാൽ മതി. സിനിമ നടനായാൽ എന്തിനാണെങ്കിലും ട്രെയിനിങ് വേണം മോനെ. അത് കറക്റ്റാണത്. ആ എന്നാ പിന്നെ സാറ് പോയിക്കോ, ഞാൻ വേറെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടുന്ന് പോണ്ടി വരും. ഒരു പ്ലാനും നടക്കൂല. അഭിനയമെങ്കിൽ അഭിനയം അങ്ങനെ തന്നെ. പിന്നെ അല്ല ടോണി സെറ്റിലെ പട്ടിയാണ്. സെറ്റിലെ പട്ടി കേട്ടോ, അങ്ങനെ പിടിയാ. അപ്പൊ പിന്നെ എന്താ അങ്ങനെ ചെയ്യാം. എന്റെ കയ്യിലുണ്ടല്ലോ എല്ലാത്തിനും കൊടുക്കുമല്ലേ ഞാൻ. സാറ് പടം എല്ലാത്തിനും ട്രെയിനിങ് കൊടുക്കുവേ. ആണല്ലേ? പിന്നെ പിന്നെ അഭിനയിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ പ്രാവശ്യം അഭിനയിച്ചിട്ട് സ്റ്റേറ്റ് അവാർഡൊക്കെ ഇരിക്കല്ലേ. അപ്പൊ മോനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ആന്റി പറയുന്നത് ഈ അഭിനയം ഇത് വേണ്ട SI ആണോന്നല്ലേ പറയുന്നത്? അല്ല, SI വേണ്ട, അഭിനയം മതി എന്നിവൻ പറയുന്നു. അതല്ലേ? അപ്പൊ അതങ്ങോട്ട് ആരും അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. സിമ്പിൾ അല്ലേ? ഒന്ന് കാണിക്കാം. ലൈഫ് ആയിരിക്കണം. അഭിനയം അല്ല സിനിമയ്ക്ക് വേണ്ട. അതുകൊണ്ട് നമ്പർ കേട്ടോ. എന്താ അഭിനയിക്കേണ്ടത് മോനെ? അല്ല ആന്റിയോട് പറയുന്നത് എനിക്ക് SI ആവണ്ട ആന്റി, എനിക്ക് സിനിമയെ മതി. അപ്പൊ ആന്റി ഉടനെ തിരിച്ചു പറയണം. എന്താ പറയണം? പറ്റത്തില്ല മക്കളെ, എനിക്ക് നീ SI ആവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോ രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കണം. അതൊരു അങ്ങനത്തെ ഒരു സാധനത്തിലാണ് വെച്ചു. അങ്ങനെ ചെയ്തേ ആന്റി, എനിക്ക് പോലീസ് ആവണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അതങ്ങനെ നടക്കട്ടെ. ഞാൻ എന്ത് ലൈഫ് ഇട്ട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിനിപ്പോ നീ എങ്ങനെ ഈ സിനിമ അഭിനയിക്കാം? ഇങ്ങനെയാണ് ലൈഫ് ഇടുന്നത്. സാറൊന്ന് കാണിച്ചു കൊടുക്കുക, അപ്പൊ അവൻ അഭിനയിക്കുമല്ലോ. എന്തോ ലൈഫ്? എടാ അഭിനയമല്ല സിനിമയിൽ വേണ്ടത്, നാച്ചുറൽ ആക്ടിങ്, ബിഹേവിങ്. അതാണ് സിനിമയ്ക്ക് വേണ്ടത്. അല്ല ചുമ്മാ ഇങ്ങനെയാണ് അങ്ങനെയാണോ ചെയ്യുന്നത്? ചുമ്മാ ഞാൻ കാണിച്ചു തരാം, അതുപോലെ ചെയ്യണേ. ചെയ്യുന്ന ചെയ്യടാ കേട്ടോ. കണ്ടോണം. അപ്പൊ എന്റെ ഞാൻ അഭിനയിക്കണം. ഞാനില്ല കാണിക്കണേ. എനിക്ക് ആവണ്ട, എനിക്ക് സിനിമ നടനായാൽ മതി. അപ്പോ ആന്റി അങ്ങനെ പറയരുത് മനെ. കണ്ടോ, അതാണ് നാച്ചുറൽ സാധനം ഇരുന്നത്. ഇതാണ് അഭിനയം. ഇങ്ങനെ ഈ അഭിനയം എനിക്ക് വേണ്ട. അപ്പൊ നീ SI ആയാ മതി. ഇതിലും ഭേദം SI ആവുന്നതാ. അവനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കൈ നിന്നിട്ട് ദാനായിട്ട് അവനാകുമല്ലേ ടോണിയെ. ഞാൻ പറഞ്ഞു ഇവനെ ഈ അടിതടയിൽ തന്നെ പഠിപ്പിക്കേ. അടുത്ത തന്നെ പഠിപ്പിക്കാം. എന്നാലും ഇവനെയല്ലേ നടക്കുള്ളൂ. സിനിമയിൽ പോയിട്ട് തന്നെ ശരിയാവില്ല. അതാണ്ട് ഇങ്ങനെ പണിയുണ്ട്. ഒരു കാര്യം എപ്പിടാ, ഇനി ഒരു SI ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൂരേന്നൊരു പ്രതി അടിക്കാൻ പറ്റാ. അങ്ങനെ സാധനമാണ് ചെയ്യാൻ. ഓടി വന്നടിക്കണം. ഓടി വന്നടിച്ചാ ടോണിയെ ടെസ്റ്റ് മാറണം. ഞാൻ മറ്റേ ഫ്ലിപ്പുണ്ടാതാ കേട്ടോ. പടാ ഓടി വേണം. അപ്പൊ ഓക്കെ അല്ലേ? വന്നു കുഴപ്പമില്ല. അങ്ങനല്ലത്. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെന്ന് പറയാം.
എടാ, അതല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നീ എത്ര മനസ്സിലാക്കട്ടെ. ഇങ്ങനെയാണ് അടിക്കണം മറ്റേ ഇങ്ങനെ സമയം വേണ്ട. യവന് ചുമ്മാ പറയണ യവൻ പോലീസുകാരനെ പോലീസിലൊന്നുമല്ല, അവൻ ഒരു പണിയില്ല. അവൻ നിങ്ങളെ പറ്റിക്കുക. യവൻ 18 വയസ്സിലാണ് ഇവൻ പോലീസിൽ കയറിയവനെ. എന്റെ കൊച്ചിനെ എനിക്കറിയാൻ മേലേ. അല്ല, ഇവൻ പോലീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ 18 വയസ്സിലാണ് പോലീസിലാണ് ഇവൻ. അത് സാറ് ഇത്ര ഉറപ്പെന്താ അവൻ പോലീസിലാണെന്നുള്ളതിന്? എന്തോ ഉറപ്പെന്നോ? എന്താ ഉറപ്പ്? പണ്ട് ഞാൻ ഈ പോലീസ് ട്രെയിനിങ് ചെയ്യുമെന്ന് പറഞ്ഞൊരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് കൊല്ലത്ത് സ്റ്റേഷൻ വെച്ച് SI രാജൻ എന്നെ പിടിച്ചായിരുന്നു. അന്ന് സാർ എന്നെ അടിച്ച ആ അടിയുടെ അതേ പവറാണ് ഇവര് പേരിനെ അടിച്ചപ്പോ. അതിനുള്ള ഓക്കെ, അപ്പൊ ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് ചോദിക്കാം. പ്രചോദേട്ടാ. ശ്യാം, രാജേഷ്, ബിജു, നന്നായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നിങ്ങളത് കളിച്ചു തീർത്തു. 3 പേരും പേഴ്സണലി 3 പേരും നല്ല രസമായിട്ട്, അതായത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാമോ അതെല്ലാം ചെയ്തു. പിന്നെ ഏറ്റവും അധികം സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് ബിജുവിനെ ശ്രീവേഷത്തിലല്ല ഒന്ന് കാണാൻ പറ്റിയത്. അതിനിടയ്ക്ക് രാജേഷ് ഇടയ്ക്കിടയ്ക്ക് ചില കൗണ്ടറുകൾ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊരു അവസരം കിട്ടുമ്പോൾ നീ ഒക്കെ മുതലാക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നു. ശ്യാമിൻ എൻട്രി, ആ പട്ടിയെ കൊണ്ടുള്ള എൻട്രിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുന്നത്, പെർഫോമൻസ് ബേസിൽ നിങ്ങൾ കളിച്ച് കയറ്റി എന്നുള്ളതാണ്. അതിനകത്തുള്ള ന്യൂനതകൾ ഉണ്ട്, കാര്യം കൗണ്ടർ കുറവുണ്ട്. അതൊഴിച്ചാൽ ബാക്കിയുള്ള പരിപാടികൾ പെർഫോമൻസ് 3 പേരുടെയും നന്നായിരുന്നു. 3 പേർക്കും ഓൾ ബെസ്റ്റ്. അടിപൊളി. സൂപ്പർ. ബിജുകുട്ടൻ ചേട്ടാ. എനിക്ക് തോന്നുന്നത് ഈ സ്കിറ്റ് സമയത്തിൻ്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം, ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എങ്ങനെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കാമെന്ന്, അല്ലെങ്കിൽ ജനങ്ങളെ എങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ചിരിപ്പിക്കാമെന്ന് ഒരു ചെറിയ സമയമുണ്ടെങ്കിൽ പോലും അതിനെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ കൈകളിൽ കിട്ടിയാൽ നേരത്തെ സ്കിറ്റുകൾ ചെയ്യുന്ന പോലെ ഇതിനകത്ത് കൗണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നത് CID ഉണ്ണികൃഷ്ണൻ BA B.Ed എന്ന സിനിമയെ പോലെ നല്ല ബൂസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാധനമായിരുന്നു. പക്ഷേ പെർഫോമൻസ് ബേസിൽ 3 പേരും അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോരുത്തരുടെ ഒരു എന്താണ് ക്യാരക്ടേഴ്സ് കറക്റ്റായിട്ട് ചെയ്ത്. ബിജു എനിക്ക് തോന്നുന്നത് പെണ്ണായി ആണ് എപ്പോഴും വരുന്നത്, അതിൻ്റെ ഒരു പുതുമയുണ്ടായിരുന്നു. കാരണം എപ്പോഴും ചെയ്യുന്നത് ചിലപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു മാനറിസം ചിലപ്പോൾ വന്നു പോകാം, എങ്കിൽ പോലും ബിജു ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ രാജേഷ് ഞാൻ കരുതി ഇതെന്തോ നാടകത്തിനൊക്കെ മേക്കപ്പ് ചെയ്ത് ഒരുങ്ങിയിരിക്കുന്ന ഇങ്ങനത്തെ ആൻറ്റിമാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഏജ് ആയിട്ടുള്ള കല്യാണമൊക്കെ സാവകാശം കഴിക്കുന്ന കുറച്ച് ലേറ്റായിട്ട് മാരേജ് ചെയ്യില്ലേ, അപ്പോൾ അവരൊക്കെ മിക്കവാറും ഇങ്ങനെ പൊട്ടകത്തോട്ട് നല്ല സുന്ദരിയായിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണത്തിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞ് എണ്ണയൊക്കെ ഇട്ട് മുടിയൊക്കെ അല്ലേ ഇങ്ങനെ തോർത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഈ ഒരു തമാശയുടെ കുറവുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കറക്റ്റാണ്. നിങ്ങളോട് കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, ജനങ്ങൾക്കും അറിയാം നമ്മൾക്കും അറിയാം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി, നോ പ്രോബ്ലം കേട്ടോ. അടിപൊളി. താങ്ക് യു ചേട്ടാ. ഇക്ക, നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങളെടുക്കുന്ന സബ്ജക്റ്റിൻ്റെ അകത്ത് തമാശ ഉണ്ടെങ്കിലും തമാശ ഇല്ലെങ്കിലും കളിയുടെ റേഞ്ച് ഒന്ന് തന്നെയായിരിക്കും. അത്ര പവറിൽ നിങ്ങൾ കളിച്ചു തീർക്കുക ആ സംഭവം. ഇതിലും അങ്ങനെ തന്നെയാണ്, നിങ്ങൾ നല്ല പവറിൽ സംഭവം കളിച്ചു. പക്ഷേ തമാശയുടെ ക്ഷാമം നല്ലപോലെ ഉണ്ടായിരുന്നു. കാര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തമാശകൾ ഒന്നും അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ബിജു ഫീമെയിലിൽ നിന്ന് മെയിലിലേക്ക് എത്താനായിട്ടൊരു ഡിലേ ഫീൽ ചെയ്തു. ഈ സബ്ജക്റ്റ് തന്നെ നമുക്ക് വലിയ ഒരു ഗുമ്മ് എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വലിയ സബ്ജക്റ്റും അല്ല. ഒരു സാധാ ഒരു സംഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്ത്. അതിൻ്റെ അകത്ത് എന്തൊക്കെ നിറയ്ക്കണമെന്നുള്ളതിൻ്റെ അകത്തും ചെറിയ കുറവുകളൊന്നും, ആ ഒരു കുറവേ ഉള്ളൂ. സാറും കാര്യം നിങ്ങളെ നല്ലത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് നമുക്കറിയാം. അപ്പോൾ അത് സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പം ഈ കുറവോട് അപ്പുറത്തിട്ട് നികത്തി വെടിയും പുകയായിട്ട് ഒരെണ്ണമായിട്ട് വരാം. അതല്ലേ നല്ലത്. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. അപ്പൊ നമ്മുടെ കാര്യക്കാർ അവരുടെ കമന്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് നേരെ മാർക്സിലേക്ക് പോവാം. ഇക്ക, ഞാനൊരു 12 രൂപ. ഓക്കെ, 12,000. ബിജുകുട്ടൻ ചേട്ടാ. ഞാനൊരു 10,000 രൂപ. 10,000. അങ്ങനെ 22,000 രൂപയാണ് ഇപ്പം മൊത്തത്തിൽ ആയിട്ടുള്ളത്. ഇനി അവസാനത്തെ എത്രയാണ് തുക എന്ന് നമുക്കറിയാം. പ്രചോദേട്ടാ. പിടിച്ചു, ഒട്ടും താമസിക്കുന്നില്ല. 30,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, ഇപ്പൊ കുറെ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അടുത്ത തവണ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് വരൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചിരിച്ചില്ലേ എല്ലാരും? കാര്യക്കാരെ നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഡബിൾ ചിരിയുമായി ട്രിപ്പിൾ ചിരിയുമായി നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. Till then, tata, love you, good night, bye.